ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേറൊന്നുമില്ല, എൻ്റെ അടുത്ത് കുറച്ചൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന ഒരു കിറ്റ് ഒന്ന് റെഡിയാക്കാമോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ചെറിയൊരു രീതിയിൽ ചെറിയൊരു എമൗണ്ടിൽ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞാൻ അങ്ങനത്തെ ഒരു കിറ്റാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതുപോലത്തെ ഗ്ലാസ് ബീഡ് വെച്ചിട്ടാണ് ഉള്ള കിറ്റാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന വീഡിയോയും കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കിറ്റ് പരിചയപ്പെടുത്തി തരാം, എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽസ് ആയിട്ട് ഞാനതിൽ കാണിക്കാവുന്നതാണ് കേട്ടോ. ഏറ്റവും ചെറിയ എമൗണ്ടിലുള്ള ഒരു കിറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കിയതിന് ശേഷം ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റ് കളറിലുള്ള ബീഡാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഗ്ലാസ് ബീഡ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. ആദ്യം ഈ ബീഡ്സ്, പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ പിങ്ക് കളറിലുള്ളത്, പിന്നെ വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ, ബ്ലാക്ക് ഗ്ലാസ് ബീഡ്. പിന്നെ സ്കൈ ബ്ലൂ ആണ്, ഫുൾ നല്ല സ്കൈ ബ്ലൂ അല്ല, ലൈറ്റ് കളറാണ് കേട്ടോ. പിന്നെ ഗ്രീന്, ഡാർക്ക് ഗ്രീനാണ് കേട്ടോ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ക്രീം കളറാണ് കേട്ടോ. പിന്നെ മെറൂണ്. അങ്ങനെ 7 ടൈപ്പ് ബീഡ്സ് ആണ് നമുക്ക് ഈ കിറ്റിലോട്ട് വരുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ക്രിസ്റ്റൽ ടെക്കിൻ്റെ ഇലാസ്റ്റിക്കും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ചാംസും പിന്നെ ജംറിങ്സും കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാംസ് എന്ന് പറഞ്ഞാൽ 4 ചാംസ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 മെറ്റലിൻ്റെ ബട്ടർഫ്ലൈ ചാംസും പിന്നെ കുറച്ച് ജംറിങ്സുമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ ചെയ്തു നോക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെന്നൊക്കെ ഉള്ളവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇലാസ്റ്റിക് വയറിലോട്ട് നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു ജംറിങ്സിലോട്ട് ഹാങ് ചെയ്ത് കൊടുക്കുക ചാംസിനെ. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ആർക്കെങ്കിലും സെയിൽ ചെയ്തതിന് ശേഷം, ഇപ്പോൾ റിലേറ്റീവ്സ് ആയാലും ഒക്കെ കൊടുത്ത് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ കുറച്ചും കൂടെ ബീഡ്സ് വാങ്ങിച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ 4 ചാംസാണ് വരുന്നത്. പിന്നെ ഫ്ലവറും യൂണിക്കോൺ, പിന്നെ കിറ്റി, പിന്നെ ഒരു ചെറിയൊരു ബട്ടർഫ്ലൈയും, പിന്നെ വരുന്നത് 2 ചെറിയ മെറ്റലിൻ്റെ ബട്ടർഫ്ലൈ ആണ് കേട്ടോ വരുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ കിറ്റ് എന്ന് പറഞ്ഞത്. ഏറ്റവും ചെറിയ കിറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിന് പിന്നെ റേറ്റ് ഞാനിതിൽ തന്നെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ബ്രേസ്ലെറ്റ് ചെയ്യുന്നത് കാണാം കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു കുഞ്ഞു മോള് തന്ന ഓർഡറാണ്. അപ്പോൾ അവളുടെ പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ചാംസ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒക്കെ ഈ ചാംസ് തന്നെ വേണമെന്ന് പറഞ്ഞ് എടുത്തതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ജംറിങ്സും കൂടെ എടുത്തിട്ടുണ്ട് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇലാസ്റ്റിക് വയർ എടുത്തതിന് ശേഷം അതിലോട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് വയർ ഞാൻ മൊത്തത്തിൽ അങ്ങ് കട്ട് ചെയ്തില്ല കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കോർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനെടുത്ത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ അങ്ങനെ ചെയ്താൽ മതി. അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് വേണ്ടോ നോക്കിയിട്ട് കട്ട് ചെയ്ത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം കുറച്ച് ഇലാസ്റ്റിക് വേസ്റ്റ് ആവുകയില്ല, നമുക്ക് അളവിനനുസരിച്ച് എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ആണ് ചാംസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ല ടൈറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് കെട്ടി കൊടുക്കണം. അതിന് ശേഷം ജംറിങ്സ് ഓപ്പൺ ചെയ്ത് അതിലോട്ട് ചാംസ് ഇട്ട് കൊടുത്തിട്ട് ഈ ബ്രേസ്ലെറ്റിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഹാങ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ജംറിങ്സ് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് അവിടെ അങ്ങ് സെറ്റായിരുന്നോളും. അങ്ങനെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡിയായി, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ അടുത്ത ഒരു ബ്രേസ്ലെറ്റാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ പിന്നെ ചെയ്ത് വെച്ച കുറച്ച് ബ്രേസ്ലെറ്റ് കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് ചാംസ് ഇല്ലാതെയും ചെയ്യാം, ചാംസ് വെച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ചെയ്ത ഒരു ബ്രേസ്ലെറ്റാണ്.
പിന്നെ കുറച്ച് കളേഴ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് അപ്പോൾ ഇപ്പോൾ കാണിച്ചു തന്ന മോഡലിൽ തന്നെ ജാംസ് ഇട്ടും ജാംസ് ഇടാതെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ കുഞ്ഞു മക്കൾക്ക് വരെ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. ബീഡ്സ് എടുത്തിട്ട് ഒന്ന് കോർത്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടണം. ടൈറ്റായിട്ട് കെട്ടിയില്ലെങ്കിൽ അതങ്ങ് അഴിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ടൈറ്റായിട്ട് കെട്ടണം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയ ബ്രേസ്ലെറ്റ്. ഇനി നമുക്ക് വേറൊരു മോഡൽ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വൈറ്റ് കളർ ബീഡ്സ് ആണ് കേട്ടോ. വൈറ്റ് കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഈവിളൈ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബീഡ്സ് ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിപ്പം നല്ല അടിപൊളിയായിട്ട് ട്രെൻഡിങ്ങിൽ പോയിട്ടിരിക്കുന്ന ഒരു ബ്രേസ്ലെറ്റാണ് കേട്ടോ. അങ്ങനെ ഈവിളൈ വെച്ചിട്ട് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്താൽ നല്ലതുപോലെ കസ്റ്റമർക്ക് ഇഷ്ടപ്പെടും, വാങ്ങിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതും വേറെ ഒന്നുമില്ല, നമുക്ക് ബീഡ്സ് കോർത്ത് കൊടുത്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഈവിളൈ ഇട്ടിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണം കേട്ടോ. അങ്ങനെ ബ്രേസ്ലെറ്റ് റെഡിയായി കണ്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്, നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഫോണിൽ നോക്കണമെങ്കിൽ നേരിട്ട് കാണുമ്പോഴേക്കും കുറച്ചും കൂടെ ഭംഗിയുണ്ട് കേട്ടോ. നല്ല ബീഡ്സ്, ഗ്ലാസ് ബീഡ്സ് ആയതുകൊണ്ട് കുറച്ച് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈവിളൈക്ക് പകരം വേറെ ബീഡ്സ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് അടുത്ത മോഡൽ നോക്കാം. ഞാൻ ഇങ്ങനത്തെ ഒരു ബീഡ്സ് എടുത്തിരിക്കുകയാണ്. ഈ ബീഡ്സ് നമ്മൾ സാധാരണ പോലെ ആദ്യം കോർത്തെടുക്കാം കേട്ടോ. പുറത്തെടുത്ത് കെട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റഡ് ബേസ് എടുത്തിട്ട് അതിലോട്ട് ഒരു ബീഡ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇങ്ങനത്തെ ഒരു ബീഡ്സും കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറിയൊരു സിൽവറിൻ്റെ ബീഡ്സും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് അതൊരു ലൂപ്പ് പോലെ ആക്കി എടുക്കാം കേട്ടോ. അത് ഹാങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വേറെ കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ കൊടുക്കാനാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനൊരു ചാംസ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഒരു ഹാർട്ടിൻ്റെ ചാംസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു ചെയിൻ എടുത്തിട്ടുണ്ട്, സിൽവർ ചെയിൻ എടുത്തിരിക്കുകയാണ്.
അതിലോട്ട് നമുക്കിത് ഹാങ് ചെയ്ത് കൊടുക്കാം. അപ്പം ആദ്യം നമുക്ക് ബീഡ്സ് ഹാങ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ചാംസും കൂടെ ഹാങ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഒരു ജംറിങ്സ് ഇട്ടിട്ട് നമ്മൾ ബ്രേസ്ലെറ്റിനുള്ളിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ആ ബ്രേസ്ലെറ്റും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടില്ലേ? നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ പറയാനാ, അത് ഞാനിത് ഒന്ന് കയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കയ്യിലിടുമ്പോഴുള്ളത്. കണ്ടോ? ഇനി ഇതിൻ്റെ ഹാങ്ങിങ് കുറച്ച്, നിങ്ങൾക്ക് ഇത്രയും ഹാങ്ങിങ് വേണ്ടാന്നുണ്ടെങ്കിൽ ചെയിനിൻ്റെ ഇറക്കം ഒന്ന് കുറച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും അതിൻ്റെ ഹാങ് ചെയ്യുന്നത് കുറച്ച് കുറഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ 3 ബ്രേസ്ലെറ്റ് ഇവിടെ റെഡിയാക്കി കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രേസ്ലെറ്റാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. വീഡിയോ കാണുന്നവർക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ കിറ്റിൻ്റെ റേറ്റ് പറഞ്ഞിട്ടില്ലായിരുന്നു. കിറ്റിൻ്റെ റേറ്റ് പിന്നെ ഇത്രയും ഐറ്റംസാണ് നമ്മൾ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കിറ്റിൻ്റെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 120 രൂപയാണ് കേട്ടോ. കിറ്റിൻ്റെ റേറ്റ് 120 രൂപയാണ്. ഷിപ്പിംഗ് ഇൻക്ലൂഡ് അല്ല, ഷിപ്പിംഗ് സെപ്പറേറ്റ് തരേണ്ടി വരും. കിറ്റിൻ്റെ റേറ്റ് മാത്രമാണ് കേട്ടോ 120 എന്ന് പറഞ്ഞത്. പിന്നെ എല്ലാം ഗ്ലാസ് ബീഡ്സ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്, വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ 3 ബ്രേസ്ലെറ്റിനെയും ഒരു കവറിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കവറിലൊക്കെ ആക്കിയിട്ട് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നീറ്റായിട്ടും നല്ല ഭംഗിക്കും ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനിങ്ങനെ കിറ്റും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടും ഇങ്ങനെ കുറച്ച് 3 ബ്രേസ്ലെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ.